ഇവിടെ നമുക്കിപ്പോൾ നോക്കുമ്പോൾ കാണാം ഈ ചെറുനാരക മരത്തിൽ ധാരാളം ചെറുനാരങ്ങയുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു വെറൈറ്റി വീഡിയോ കാണാം. ലെമൺ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വീഡിയോ വളരെയധികം വലുതും ആണ്. ഈ വീട്ടിൽ വരുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമാണ്, ഇതെന്താണ് ഇത്രയും വലിയ ചെറുനാരങ്ങ, ഇതെങ്ങനെയാണ്? ഇതേ സംശയം തന്നെ നിങ്ങൾക്കും ഒരുപക്ഷെ ഉണ്ടായേക്കാം. അപ്പോൾ ഞങ്ങളിവിടെ ചെയ്ത പ്രതിവിധി എന്താണെന്ന് നിങ്ങൾക്കും പറഞ്ഞു തരാം. ഇവിടെ കാണുന്നത് പോലെയുള്ള വലിയ ചെറുനാരങ്ങ നിങ്ങളുടെ വീട്ടിലും കൃഷി ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരാം. ഇവിടെ ആദ്യമൊക്കെ ചെറുനാരങ്ങ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഈ ചെടിക്ക് ഒരു പ്രത്യേക ശ്രദ്ധ കൊടുത്തു. ആദ്യം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ചോലമരങ്ങൾ വെട്ടിക്കളഞ്ഞു. ഈ ചെറുനാരക ചെടിയുടെ സൈഡിലൊക്കെ വലിയ വലിയ മരങ്ങൾ ഉണ്ടായിരുന്നു. ആ മരങ്ങളെല്ലാം തന്നെ വെട്ടിക്കളഞ്ഞു. ചെറുനാരകത്തിന് വെയിൽ ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ ഞങ്ങൾ ഈ മരങ്ങൾ വെട്ടിക്കളഞ്ഞ ശേഷം ഈ ചെറുനാരകത്തിന് നല്ല വെയിൽ കിട്ടാൻ തുടങ്ങി. പിന്നെ രണ്ടാമതായി ചെയ്തത്, ഈ ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും. എല്ലാ ദിവസവും വൈകുന്നേരം കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുക്കും. അതിനുശേഷം ഈ ചെടിയുടെ സൈഡ് ഇളക്കി മണ്ണിളക്കി എന്നിട്ട് എല്ലുപൊടിയും ചാരവും മിക്സ് ചെയ്ത് ഇട്ട് കൊടുത്തു. ഈ എല്ലുപൊടിയും ചാരവും ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ദിവസവും 2 നേരം കുറേശ്ശെ വെള്ളമൊഴിക്കാൻ തുടങ്ങി. പിന്നെ വേനൽക്കാലത്താണ് ഇങ്ങനെ 2 സമയവും വെള്ളമൊഴിച്ചു കൊടുത്തത്. എന്നാൽ വർഷക്കാലമായപ്പോൾ ഞങ്ങൾ വെള്ളമൊഴിക്കൽ നിർത്തി. കാരണം മഴ പെയ്ത് വെള്ളം കിട്ടുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് ഞങ്ങൾ ഈ ചെടിയിൽ കണ്ടത് ഇല ചുരുളൽ. ഈ ഇല ചുരുളൽ കണ്ടപ്പോൾ തന്നെ ചാരം കുറേശ്ശെ ആ ഇലയിൽ പുരട്ടി കൊടുക്കാൻ തുടങ്ങി. ചില ഇലകളിൽ എത്രമാത്രം ചാരം പുരട്ടിയാലും അത് പോകാറില്ല. അത്തരം ഇലകൾ ഞങ്ങൾ മുറിച്ചു കളയുമായിരുന്നു. മരം മുറിച്ചു കളഞ്ഞു എന്ന്. എന്നാൽ അതിനു മുൻപ് ഞങ്ങൾ ചെയ്തത്, ഈ ചെടിയിലുണ്ടായിരുന്ന ഉണങ്ങിയ കമ്പുകളെല്ലാം മുറിച്ചു കളഞ്ഞു. പിന്നെ ഈ ചെറുനാരകത്തിൽ പൂവിടുന്നതിന് മുൻപായി പ്രാണിശല്യം ധാരാളം ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ ചെറുതായി പുകയിടുമായിരുന്നു. ഒരു 4-5 മിനിറ്റ് മാത്രം. പിന്നെ മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് ചെറുനാരങ്ങ കൂടുതലായി മൂത്ത് കിട്ടുന്നത്. പിന്നെ ഈ ചെറുനാരങ്ങ മൂത്ത് പഴുത്ത് നല്ല മഞ്ഞ കളറാകും. ചെറിയൊരു ഓറഞ്ച് കളറാകുന്ന ചെറുനാരങ്ങയാണ് വിത്തിനായി നമുക്ക് എടുക്കാവുന്നത്. ഇത്തരം മൂത്ത് പഴുത്ത ചെറുനാരങ്ങയുടെ കുരു നമുക്ക് വിത്തിനായി ഉപയോഗിക്കാം. അങ്ങനെ ധാരാളം ചെടികൾ നമുക്ക് വളർത്തിയെടുക്കാനും പറ്റും. ചില ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ചെറുനാരകം വീട്ടിൽ വളർത്താമോ അതോ വീട്ടുമുറ്റത്ത് വളർത്താമോ എന്നൊക്കെ. അതുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. എന്നാൽ കഴിയുന്നതും ഉമ്മറത്ത് വയ്ക്കാതെ ബാക്ക് സൈഡിൽ കിച്ചൺ ഭാഗത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ചെടിയിൽ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കൊടുത്ത സമയത്ത് മറ്റൊന്നുകൂടി ചെയ്തു. അതായത് ഇതിൻ്റെ പൊക്കം കുറച്ചു. പൊക്കം വെട്ടിക്കളഞ്ഞു. കൂടുതൽ ഉയരത്തിൽ പോയാൽ നമുക്ക് പൊട്ടിക്കാൻ ബുദ്ധിമുട്ടാണ്. പൊട്ടിച്ച് താഴെയിട്ടാൽ പെട്ടെന്ന് ചീഞ്ഞു പോകും. വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നാരങ്ങ വെള്ളം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്നാണെന്ന് തോന്നുന്നു. ഉപ്പിട്ടോ മധുരമിട്ടോ തേനൊഴിച്ചോ ഒക്കെ ഉപയോഗിക്കാം. ചൂട് കാലത്ത് ചെറുനാരങ്ങ നീരും തേനും സോഡയും ചേർത്ത് കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. വലിയ ചെറുനാരങ്ങ കിട്ടുന്നതിനും അതേപോലെ തന്നെ ഒരു മരത്തിൽ നിന്ന് തന്നെ ധാരാളം നാരങ്ങ കിട്ടുന്നതിനുമായി ആളുകൾ പല പല പ്രതിവിധികൾ ചെയ്യാറുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ അനുഭവം. അധികം പണച്ചെലവില്ലാതെ അതേപോലെ തന്നെ അധികം ബുദ്ധിമുട്ടുമില്ലാതെ ധാരാളം വലിയ കായ്കൾ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ രീതി പ്രയോഗിക്കാം. ഒരു മരം മതി, കിലോ കണക്കിന് കായ്കൾ ലഭിക്കും.